നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്ന് നമുക്കറിയില്ല. എന്തായാലും നിർണായകമായ സമയങ്ങളാണിത്. ഇന്ന് കലാശക്കൊട്ടാണ്. എന്തായാലും കേരളത്തിലെമ്പാടും കലാശക്കൊട്ട് തൃശ്ശൂർ പൂരത്തേക്കാൾ സജീവമായി നടക്കുന്നുണ്ട്. നാളെ നിശബ്ദ പ്രചരണമാണ്. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തും. എന്തായാലും നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണം അവസാന മണിക്കൂറിലേക്ക് കടക്കുകയാണ്. 3 ആഴ്ചക്കാലം നീണ്ടുനിന്ന വാശിയേറിയ പ്രചരണ കോലാഹലങ്ങൾക്ക് ഇന്ന് കൊട്ടിക്കലാശത്തോടെ തിരശ്ശീല വീഴുകയാണ്. ഓരോ മണ്ഡലത്തിലും ശക്തി പ്രകടനങ്ങളും റോഡ് ഷോകളുമായി മുന്നണികൾ കളം നിറയുമ്പോൾ നാടും നഗരവും ആവേശക്കടലായി മാറിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ആവേശം കയ്യാങ്കളിയിലേക്ക് പോകാതിരിക്കാൻ കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. കേരളം ഇനി ആര് ഭരിക്കുമെന്ന് ജനങ്ങൾ നിശ്ചയിക്കുന്ന ദിവസത്തിന് ഒരു പകലിൻ്റെ അകലം മാത്രമേയുള്ളൂ. വോട്ടർമാരുടെ മനസ്സിൽ കയറിക്കൂടാനുള്ള അവസാന അടവും പുറത്തെടുത്താണ് മുന്നണികളുടെ കലാശക്കൊട്ട്. രാവിലെ മുതൽ റോഡ് ഷോയും റാലികളുമായി കളം നിറയുകയായിരുന്നു ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും. LDF 3ാം തുടർഭരണം സ്വപ്നം കാണുമ്പോൾ 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് മടങ്ങി വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് UDF. താമര വിരിയിച്ച് അധികാരത്തിൽ നിർണായക പങ്ക് വഹിക്കാമെന്ന പ്രതീക്ഷയിലാണ് BJP കലാശക്കൊട്ടിൽ ഒരുങ്ങുന്നത്. തലസ്ഥാന നഗരിയിലെ വട്ടിയൂർക്കാവ്, നേമം തുടങ്ങിയ മണ്ഡലങ്ങളിൽ പുലർച്ചെ മുതൽ തന്നെ ആവേശപ്രകടനമുണ്ടായിരുന്നു. ബാൻഡ് മേളങ്ങളും ചെണ്ടമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളുമായി സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കണ്ട് അവസാനവട്ട വോട്ടഭ്യർത്ഥന നടത്തുന്ന തിരക്കിലാണ്. നാളെ നിശബ്ദ പ്രചരണത്തിന്റെ ദിനമാണ്. മറ്റന്നാളാണ് 2.71 കോടി വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. ഇതിനോടകം തന്നെ 95% പോസ്റ്റൽ വോട്ടുകളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ആഘോഷങ്ങൾക്കിടയിലും വേറിട്ട കാഴ്ചകൾക്കും ഇത്തവണ കലാശക്കൊട്ട് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പ്രളയ ദുരന്തത്തിൽ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി റാന്നിയിലും ആറന്മുളയിലും UDF കൊട്ടിക്കലാശം ഒഴിവാക്കി കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുതുപ്പള്ളിയിൽ കൊട്ടിക്കലാശത്തിന് മാറ്റിവെച്ച തുക ഉപയോഗിച്ച് ഒരു വീട് നിർമ്മിച്ചു നൽകുമെന്നാണ് UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ പ്രഖ്യാപനം. വയനാട്ടിൽ ദുരന്തബാധിതർക്കായി സമാഹരിച്ച ഫണ്ടും മറ്റ് വിവാദങ്ങളും പ്രചരണത്തിന്റെ അവസാന നാളുകളിൽ ചർച്ചയായി. ദേശീയ രാഷ്ട്രീയത്തിലെ പ്രമുഖർ നേരിട്ടെത്തി പ്രചരണം നയിച്ചുവെന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണന് വേണ്ടി പ്രിയങ്ക ഗാന്ധി നടത്തിയ റോഡ് ഷോ പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകി. വികസന തുടർച്ച, ഭരണ തുടർച്ച ഉറപ്പാക്കുമെന്ന് LDF വിശ്വസിക്കുമ്പോൾ ശബരിമല വിഷയവും ഭരണവിരുദ്ധ വികാരവും തങ്ങളെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. വടക്കൻ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനും തെക്കൻ കേരളത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും NDAയും സർവ്വസന്നാഹങ്ങളുമായി രംഗത്തുണ്ട്. പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും നേതാക്കൾ തമ്മിലുള്ള വാക്പോരിന് കുറവില്ല. രേവന്ത് റെഡ്ഡിയുടെ പോമോനെ വിജയ പരാമർശത്തിന് മറുപടിയുമായി പിണറായി വിജയൻ ഇന്ന് രംഗത്തെത്തിയിരുന്നു. ഡാഷ് മോനെ രേവന്ത, മറുപടി വരുന്നുണ്ടെന്നായിരുന്നു പിണറായിയുടെ മറുപടി. അതേസമയം തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും നുണ പറഞ്ഞ നേതാവായി പിണറായി ആണ് എന്ന് VD സതീശൻ പറഞ്ഞു. BJP പൂട്ടുമെന്ന് പറയുന്നവർക്ക് അഹങ്കാരം എന്നാണ് രാജീവ് ചന്ദ്രശേഖർ അവസാനവട്ടം നടത്തിയ പ്രസ്താവന. ഇതിനിടെ വോട്ടർമാരെ CPM SDPI സംഘം ഭീഷണിപ്പെടുത്തുന്ന പരാതിയുമായി G സുധാകരൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. കൊട്ടിക്കലാശം സംഘർഷങ്ങളിലേക്ക് നീങ്ങാതിരിക്കാൻ സംസ്ഥാനത്തുടനീളം കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും 3 മുന്നണികളും ഒരേ കേന്ദ്രത്തിൽ തന്നെയാണ് പ്രചരണം അവസാനിപ്പിക്കുന്നത്. ആര് ഭരിക്കണമെന്ന ജനങ്ങളുടെ അന്തിമ തീരുമാനം ബാലറ്റ് പെട്ടികളിലാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി.